സ്വാഗതം. നമ്മളിതാ വില്ലാജിയോ മാളിൽ വന്നിരിക്കുകയാണ് അല്ലേ? നല്ല കിടിലം മാളാണ്. അങ്ങനെ നമ്മൾ വില്ലാജിയോ മാളിനകത്ത് കയറിയേക്കാണ്. നമ്മുടെ ബോട്ട് കണ്ട് ബോട്ടെ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. മാളിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ബോട്ടിങ്. മാളിനുള്ളിലാണ് ഈ ബോട്ടിംഗ് ഉള്ളത്. എല്ലാവരും ഇങ്ങനെ ബോട്ടിങ് ചെയ്യാണ്. നമ്മളൊന്ന് ബോട്ടിങ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളറും ഇവിടുത്തെ ഈ ലൈറ്റുമാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇവിടെ മൊത്തം കൊടുത്തിരിക്കുന്ന ഇറ്റലിയുടെ ഒരു തീമാണ്. അതേപോലെ ഈ കാണുന്ന സ്കൈ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ശരിക്കും നമുക്ക് അവിടെ നിൽക്കുമ്പോഴേ നമ്മൾ ആ ഒരു സ്ഥലത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നല്ല ഭംഗിയിലാണ് അത് മൊത്തം ചെയ്തിരിക്കുന്നത്. ഞങ്ങളിതാ ലിറ്റിൽ വെനീസിൽ കയറാനുള്ള ഇവിടെ ദോഹയിലെ ലിറ്റിൽ വെനീസിൽ കൂടെ നടക്കുകയാണ്. ശരിക്കും എന്നാ കിടിലൻ സ്ഥലമാണെന്ന് പറയാം. അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ കുറച്ച് വീഡിയോസിലൊക്കെ ഇത് കണ്ടെങ്കിലും നമുക്ക് അടുത്തത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഭയങ്കര അടിപൊളിയാണ്. ഇവിടുത്തെ കളറും ഇവിടുത്തെ ലൈറ്റും ഒക്കെ എല്ലാം കൂടെ ചേർന്ന് അടിപൊളിയായിട്ടുണ്ട്. നമുക്കിവിടെ ധാരാളം ബോട്ടുകൾ കാണാൻ പറ്റും. ശരിക്കും നമ്മുടെ ലിറ്റിൽ വെനീസ് പോലെ ഇരിക്കുന്നത് കാണാൻ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഇത് കണ്ടോ, ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും നമ്മളുടെ ആകാശം പോലെ നമുക്ക് തോന്നും. അല്ല, അത് ആകാശമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ രാത്രിയിലാണ് വന്നേക്കുന്നത്. ആ പകൽ വന്ന് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. അങ്ങനെയല്ല, അത് ആകാശമൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങളിതാ ഈ ഒരു മാളിൽ കൂടെ തേരാപ്പാര നടക്കുകയാണ്. ഞാനൊരു ട്രെയിനൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ട്രെയിൻ ബോട്ടിങ് ചെയ്യേണ്ടവർക്ക് ബോട്ടിങ് ചെയ്യാം. ഒരു അടിപൊളി മാളാണ്. ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ നോക്കി അടിപൊളിയായിട്ടുണ്ടല്ലേ. ശരി, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. ബിൽഡിങ്ങുകളൊക്കെ നോക്കി ആ ഒരു പഴമ നിറഞ്ഞ രീതിയിൽ അല്ലേ, പണ്ട് കാലഘട്ടത്തിൻ്റെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കളറാക്കുകയാണ് അതിന് കൊടുത്തേക്കുന്നത് അല്ലേ. ഇറ്റലി പോലെ അവർ ചെയ്യാൻ നോക്കിയേക്കും തോന്നുന്നു അല്ലേ. ഒരു ചെറിയ ഇറ്റലി ആക്കിയേക്കോണമെന്നൊരു സംശയം ഇല്ലാതെ ഇല്ല. അതായത് ട്രെയിൻ പോകുന്നുണ്ട്. ട്രെയിൻ കുട്ടികളുടെ ആ ഒരു കമ്പിലാ പുള്ളി ആ ഒരു സംഭവം വെച്ചിട്ട് ആ പുള്ളിക്കാരൻ ആ വെയിറ്റ് എല്ലാം ബാലൻസ് ചെയ്യുന്നത്. ഒരാൾക്ക് 10 റിയാലാണ്. അപ്പം 4 പേർക്കൂടെ നമ്മൾ 40 റിയാൽ കൊടുത്ത് നമ്മൾ ബോട്ടിങ് ചെയ്യാൻ പോകും. ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മുടെ 53 നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാതെ നമ്മൾ 2 റൈഡ് എടുത്ത്
10 റിയാലുള്ളതുകൊണ്ട് ഞങ്ങൾ 2 റൗണ്ട് അങ്ങ് അടിക്കാന്ന് വെച്ചു. നമ്മൾ ബോട്ടിലേക്ക് കയറിയിരിക്കുകയാണ് ഗൈസ്. ഇത് മറിയോ മിക്കവാറും ബോട്ടൊക്കെ പേടിപ്പിക്കണം കൂടി പൊക്കോണ്ടിരിക്കുകയാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്, അടിപൊളിയായിട്ടുണ്ട്. അതെ അതെ സൂപ്പറാണ്. രാജ്യം മറച്ചിടാൻ വേണ്ടി പാലം കണ്ടോ? പാലം ഉണ്ട് ശരിക്കും നോക്കി ആകാശമൊക്കെ ഒറിജിനലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊരു കൃത്രിമ ആർട്ടിഫിഷ്യലായിട്ട് ഫുള്ള് നല്ല രസമാക്കിയിട്ടുണ്ട്. വലിയ സ്ഥലത്ത് ശരിക്കും ആ ഇത് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഭയങ്കര. ആ ബിൽഡിങ്ങിനൊക്കെ മണ്ടവശം അതായത് ആ ബിൽഡിങ്ങിന്റെ ടോപ്പ് നീ നോക്കി, ടോപ്പ് വശം നോക്കുമ്പോൾ നമ്മൾ വേറെ സ്ഥലത്ത് നിൽക്കുന്നതായിട്ട് അത്ര അതൊന്നും നമുക്ക് തോന്നുന്നില്ല. ഭയങ്കരമായിട്ട് ഇറ്റലി പോലെ തന്നെ ഉണ്ടാക്കിയത്. ആ മണ്ടവശം കണ്ടോ, ആ കളറെല്ലാം അണ്ട് അവിടുത്തെ ഷോപ്പുകളൊക്കെ കൊടുത്തേക്കുന്നത്. അതെ 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 കണ്ടോ, ആ ബിൽഡിങ് കൺസ്ട്രക്ഷൻ കണ്ടോ. നമ്മുടെ ബോട്ട് ഓടിച്ചിരുന്ന ചേട്ടന് അടിപൊളിയായിരുന്നു. നമ്മൾ ബോട്ട് കയറിയപ്പോൾ തൊട്ട് പുള്ളി നമ്മളിങ്ങനെ വെള്ളത്തിൽ മറിച്ചിടുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് പുള്ളി ചിരിക്കുകയും ചെയ്യും. എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ബോട്ടിങ് അനുഭവമായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബോട്ടിങ് ചെയ്യണം. അത്രയ്ക്ക് അടിപൊളിയാണ്.
വണ്ടിയൊക്കെ കറക്കുന്ന പോലെ ബോട്ടൊക്കെ കറക്കി തിരിച്ചേക്കാണ്. രാജിക്ക് ഡ്രിഫ്റ്റിന്റെ അനുഭവം കിട്ടി. ഇത് ഏറ്റവും അട്രാക്റ്റീവ് ഈ ഒരു മണ്ടയിലെ ആ ഒരു സംഭവം. അധികം താഴ്ചയില്ല, നമുക്ക് താഴത്തെ കാഴ്ച ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. രണ്ടാമത്തെ റൗണ്ട് ഇവിടെ പൂർത്തീകരിക്കാൻ പോവുകയാണ്. അതെ, ഒരു അരമണിക്കൂർ ബോട്ടിങ് നടത്തിയ പോലെ നമുക്ക് ലിഫ്റ്റിംഗ് ഒക്കെ ആയി. അതെ, ഭയങ്കര രസമാണ്. ഒരുപാട് വേൾഡിൽ പോയി, പക്ഷെ അതിലും നല്ല രാത്രിയിലാണ് പോയത്. ഒരിക്കലും നമ്മൾ രാത്രി പോയത് ഈ ഒരു ടൈമിലേക്ക് പോകാം. നമ്മൾ മറ്റേ ബോട്ട് ഈ ടൈമിൽ പോയാൽ അതും രാത്രി ഒന്നും കാണാൻ പറ്റില്ല. ഒരിക്കലും രാത്രി ബോട്ടിങ് ചെയ്യരുത്. നമ്മുടെ ബോട്ടിങ് കഴിഞ്ഞു, നമ്മളിത് ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു, അടിപൊളി ബോട്ടിംഗ് ആയിരുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.